Okay, good evening. So, in the Revolution of Health and Beauty എന്ന ഒരു എക്സലന്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. സോ ആദ്യം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓരോ വ്യക്തികളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? പല സ്ഥലത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്കാരുടെ ആൻസർ അമ്മ, മക്കള്, ഭാര്യ, ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ്. സത്യമാണ്, നല്ലതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള് നിങ്ങളുടെ അമ്മയാണെന്ന് വെക്കുക, ഒരു ഉദാഹരണം. ഈ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന എന്താണെന്നറിയോ? നിങ്ങൾ അമ്മയെ വൃത്തിയായിട്ട് പരിചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരോഗ്യമുള്ള സ്മാർട്ടായിട്ടുള്ള ഒരാളായിട്ട് അവരുടെ അടുത്ത് നിൽക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. സോ അങ്ങനെ ഒരു ഇഷ്ടം അവർക്കുണ്ടെങ്കിൽ ആ ഇഷ്ടം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. സോ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ജീവിതചര്യ, നമ്മുടെ എക്സൈറ്റ്മെന്റ്, സോ ഒരു ഓപ്റ്റിമൽ ഹെൽത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറണം. സോ നമ്മുടെ വിഷനും അത് തന്നെയാണ്. റെവല്യൂഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ വിഷനും അത് തന്നെയാണ്. മാക്സിമം ആൾക്കാർക്ക് നല്ല ജീവിതവും നല്ല ആരോഗ്യത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ വിഷൻ. സോ എനിവേ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇന്ന് നമ്മളോട് രണ്ട് എക്സലന്റ് പേഴ്സണാലിറ്റീസ് ആണ് സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളും നിങ്ങൾ കേട്ട കുറേ കാര്യങ്ങളും, പക്ഷെ കേൾക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോവാം. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്, ഞാൻ അതിൽ മെസ്സേജിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സ്പെഷ്യൽ സെഷനാണ്. കാരണം എന്തിനെ പറ്റിയാണ്? ഒന്ന്, സ്ട്രെസ്ഫുൾ അവസ്ഥ, നമ്മുടെ സ്ട്രെസ്സിൻ്റെ അവസ്ഥയെ ഒന്ന് കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഈസി സ്ട്രെസ് കുറയ്ക്കുക, പിന്നെ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് സ്മാർട്ടാക്കുക, പിന്നെ ഇംപ്രൂവിങ് യുവർ എനർജി ലെവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല സ്മാർട്ടായിട്ട് നല്ല ചാടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മുടെ ശരീരത്തിനെയും എത്തിക്കുന്നതിന് കുറേ ന്യൂട്രീഷൻസ് ഒക്കെ വേണം. പക്ഷേ അതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഹെർബ്സ് ഉണ്ട്. ഒന്ന് അശ്വഗന്ധ, മറ്റൊന്ന് ജിൻസങ്. സോ ഈ രണ്ട് ഹെർബാണ്, രണ്ട് ചെടികളാണ്. ഈ രണ്ട് ചെടികളുടെയും അപ്പം ഈ ചെടികളെ മൊത്തത്തിൽ നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റും ഇല്ലല്ലോ. സോ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റും ഉണ്ട് മാർക്കറ്റിൽ. സോ ഒന്ന് അശ്വഗന്ധയും ഒന്ന് ജിൻസങ്ങും. സോ എനിവേ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ രണ്ട് പ്രോഡക്റ്റിനെ പറ്റി വളരെ ഡീപ്പായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. ഈ രണ്ട് പ്രോഡക്റ്റിനെ പറ്റിയല്ല, അതിൽ പറയാൻ പോകുന്നത് പ്രോഡക്റ്റ് അല്ല, അത് അശ്വഗന്ധ അല്ലെ ജിൻസങ് അല്ലെങ്കിൽ ജിങ്കോ ബെലോവ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും, അതിലൂടെ എന്തൊക്കെ നേടാൻ പറ്റും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ പാർട്ട് കൈകാര്യം ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഇന്ത്യൻ ഹെർബിലേക്ക് തന്നെ വരാം, അശ്വഗന്ധ. സോ അശ്വഗന്ധയുടെ പേര് കേൾക്കാത്തവരാരും കാണുകയില്ല. സോ ഇതിനെപ്പറ്റി ഇന്ന് നമ്മളോട് പറഞ്ഞു തരാൻ എക്സലന്റ് പേഴ്സൺ നമ്മുടെ ഈ ടീമിൽ, ഈ റെവല്യൂഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടീമിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിൽ ഒരാളാണ് മിസ്റ്റർ ബൈജു. സോ ബൈജു ആണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ നോട്ട് തയ്യാറാക്കിക്കൊള്ളുക. കാരണം ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും പ്രയോജനം ചെയ്യണം എന്നുണ്ടെങ്കിൽ മറന്നു പോകാതിരിക്കണം. സോ അതുകൊണ്ട് ഒരു ഡയറിയും പെന്നും കയ്യിലെടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്ട്രോങ്, നോളജ്ഫുൾ, പവർഫുൾ ട്രെയിനർ പേഴ്സണാലിറ്റി മിസ്റ്റർ ബൈജുവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, വെൽക്കം ബൈജു ഫ്രം കണ്ണൂർ.
താങ്ക് യു ഗോപൻ ചേട്ടാ. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്വന്തം കുടുംബത്തിലായി ഇന്ന് സംസാരിക്കുന്നത് എന്നതിൽ കുറിച്ച്. എന്തായാലും ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അറിയാത്തവർക്കൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബൈജു കുമാർ കോറോത്ത് ഫ്രം കണ്ണൂർ. കുറച്ച് കാലമായി ഈ ഒരു മേഖലയായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് പേരുടെ ഹെൽത്തിലേക്ക് നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്ലീറ്റ്സ് അടങ്ങുന്ന ടീമും കമ്പനിയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഓക്കെ, എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇന്ന് ഗോപൻ ചേട്ടനെ പറഞ്ഞു, ഇതിപ്പോ എന്റെ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വലിയൊരു എന്താ പറയണ്ടേ, വലിയൊരു സംഗതിയാണ്. അത് കേട്ട് നോട്ട് ചെയ്താലേ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ഞാൻ സംസാരിക്കുന്നതിൽ പല പോയിന്റുകളും ഈ ഡോക്ടറെ സെഷനിലൂടെ നോട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ടീമിന്റെ ഭാഗമായി ഏറ്റവും നല്ലൊരു പ്രസന്റർ ആകാനും ഏറ്റവും കൂടുതൽ നല്ലൊരു വോളിയം ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. കാരണം എന്നറിയോ, നമ്മൾക്ക് കിട്ടുന്ന ഈ കിട്ടിയ ആ അറിവുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീം ഗോപൻ ചേട്ടന്റെ ടീമിലേക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയാണ്. ഇന്ന് അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഹെർബാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നുള്ളത്. ഇന്ത്യൻ ഹെർബ്സ്. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെർബ്സ് ആണ് അശ്വഗന്ധ. എല്ലാവർക്കും അറിയുന്ന അശ്വഗന്ധ. ഈ അശ്വഗന്ധ എന്ന് പറയുന്ന ചെടി, ഹെർബ്, ഒട്ടുമിക്ക എല്ലാ ആയുർവേദ ഔഷധ കൂട്ടുകളിലും ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് അശ്വഗന്ധ. ശാസ്ത്രീയ നാമം വിത്താനിയ സോമിഫറ എന്ന് പറയുന്ന ഒരു ആയുർവേദ ഔഷധങ്ങളിലാണ് അശ്വഗന്ധ വരുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ആകുമ്പോൾ എന്താവും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സ്ക്രീൻ ഷെയറിന്റെ സഹായം യൂസ് ചെയ്യാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വെൽക്കം യു ടു ന്യൂട്രലൈറ്റ് അശ്വഗന്ധ. ന്യൂട്രലൈറ്റ് അശ്വഗന്ധക്ക് മാത്രം പ്രത്യേകതയുണ്ട്, അത് പറയും മനസ്സിലാവും. മറ്റുള്ള അശ്വഗന്ധയും ഈ അശ്വഗന്ധയും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ച് മനസ്സിലാവും. ഇതാണ് അശ്വഗന്ധ. വിത്താനിയ സോമിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിൽ ഒന്നാണ് ഈ അശ്വഗന്ധ. സ്മെൽ ഓഫ് ദ ഹോസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിന്റെ സ്മെൽ ചെയ്യുമ്പോൾ ഒരു കുതിരയെ മണക്കും. അതുകൊണ്ട് സ്മെൽ ഓഫ് ദ ഹോസ് എന്ന് പറയുന്നത്. സ്ട്രെസ് കുറക്കാനായി ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആയുർവേദത്തിൽ ഈ ഒരു ഹെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. ടെൻഷൻ, സ്ട്രെസ് കുറക്കാൻ വേണ്ടി. സാധാരണ രീതിയിൽ സമൂലമായി ആയുർവേദ ഔഷധങ്ങൾ ചേർക്കുമ്പം ന്യൂട്രലൈറ്റ് മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേകത അതിന്റെ വേരുകളിൽ നിന്ന് എടുക്കുന്നത്. വേരുകളിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, അതിന്റെ പേര് വിത്തനോൾസ് എന്ന് പറയും. 2.5% എടുത്തുകൊണ്ടാണ് ഈ അശ്വഗന്ധ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. പറഞ്ഞു 3000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്ട്രെസ്സിന്റെ, മാനസിക സംഘർഷം കുറക്കാനായി ആയുർവേദത്തിൽ ഒരുപാട് ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ അശ്വഗന്ധ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണെന്ന് അറിയോ? സ്ട്രെസ് കുറക്കാനായി. അപ്പൊ എന്താണ് ഈ സ്ട്രെസ്? നമ്മൾ അത് അറിഞ്ഞിരിക്കണം. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു മൊബൈൽ കെമിസ്ട്രി ലാബാണ്. ശരീരത്തിൽ നിരവധി ഗ്ലാൻഡുകൾ പ്രവർത്തിക്കുന്നു. ഉദാഹരണം പറയാം, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, ഹൈപ്പോതാലാമസ്, പിറ്റ്യൂട്ടറി തുടങ്ങിയ നിരവധി ഗ്ലാൻഡുകൾ ഒരുപാട് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അതുപോലെ തോട്ട്, വറി, ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ശരീരം ഈ ഗ്ലാൻഡുകൾ വിവിധ തരത്തിലുള്ള എൻസൈമുകൾ സെക്രിയേറ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യും? സെല്ലുലാർ ലെവലിൽ ഒരുപാട് ഓക്സിഡേഷൻ നയിക്കും. ഈ ഓക്സിഡേഷൻ അതിന്റെ മെയിൻ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. ത്രോട്ടും അതുപോലെ തന്നെ
ഈ പിന്നെ ത്രോട്ടൊക്കെ ഡ്രൈ ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ബ്ലഡ് തിക്നെസ് ആകുന്നുണ്ടാവും. ഇതൊക്കെ സ്ട്രെസ്സിന്റെ ഓരോരോ മെയിൻ റിയാക്ഷൻ ആണ്. അതുപോലെ ശരീരത്തിൽ സ്വെല്ലിംഗ് ഉണ്ടാവും, ധാരാളം സ്വെല്ലിംഗ് ഉണ്ടാവും. ഇതൊക്കെയാണ് സ്ട്രെസ്സിനെ കൊണ്ടുണ്ടാകുന്ന ഒരു റിയാക്ഷൻ, മെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ്സിന്റെ സാധാരണ ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടായാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് സ്റ്റൊമക്ക് അൾസർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇടക്കിടക്ക് പിന്നെ ഉണ്ടാകുന്ന തലവേദന, ഫ്രീക്വന്റ് ഹെഡേക്ക്, പിന്നെ ഉറക്കമില്ലായ്മ, സ്ട്രോങ് ഹാർട്ട് ബീറ്റ്, ഹൈ BP, കോൺസെൻട്രേഷൻ കുറഞ്ഞു പോവുക, ഡിപ്രഷൻ, അതുപോലെ തന്നെ വീക്ക്നെസ്. ഇതൊക്കെ സ്ട്രെസ്സിന്റെ ഒരു സിംറ്റംസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് കുറക്കാനായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ, 3000 വർഷങ്ങൾക്ക് മുമ്പേ ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നു. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി, നമ്മളെ ഒരു പ്രധാനപ്പെട്ട സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒരു 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 ഗ്ലാൻഡ് ആണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനെ പിന്നെ ഓവറായിട്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്. കിഡ്നിയുടെ മേലെ ഒരു തൊപ്പി പോലെ കാണാം. ഇത് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് കോർട്ടിസോള്, അഡ്രിനാലിൻ, അൾഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ. ഇതൊക്കെ ഇപ്പൊ കോർട്ടിസോൾ ലെവല് നമ്മൾ ഹൈ ആയിട്ട് മാറുന്നതായിരിക്കാം. കോർട്ടിസോൾ ലെവല് ഹൈ ആയിട്ട് മാറുമ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡ് കോർട്ടിസോള് ഹൈ ആയിട്ട് മാറുന്ന സമയത്ത് എന്താവും, ഓരോരോ ബോഡിയിൽ ഒരു കുഷിംഗ് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് പോകും. ഈ തടിച്ച്, അതായത് ഈ ഷോൾഡറിന്റെ ബാക്കിലൊക്കെ ഫാറ്റി ആയിട്ട് മാറുക, മുഖം ഒരു റൗണ്ടഡ് ഷേപ്പിൽ വരിക, ഒരു പിങ്കിൾ പർപ്പിൾ സ്ട്രെച്ച് മാർക്ക് ശരീരത്തിൽ ഉണ്ടാകുക, ഹൈ BP, ബോൺ ലോസ് ഉണ്ടാകുക, ഡയബറ്റിക്കിലേക്ക് നയിക്കുക. ഇതൊക്കെ ഓവർ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, ഈ നമ്മളെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത് അഡ്രിനാലിൻ. ഈ അഡ്രിനൽ ഹോർമോൺ കൂടുതൽ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഹാർട്ട് പാൾപിറ്റേഷൻ, അത് ഹൃദയമെടുപ്പ് കൂടുക, ഹൈ BP, ആങ്സൈറ്റി, വെയിറ്റ് ലോസ്, ഇതൊക്കെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ വർധനവ്, ഓവർ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടാക്കും. ഇത് സ്ട്രെസ് ഉണ്ടാകുന്ന പ്രശ്നമാണ്. പിന്നെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് കഴിഞ്ഞാൽ അൾഡോസ്റ്റിറോൺ ഉണ്ട്. അതും പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ BP, ലോ പൊട്ടാഷ്യം ലെവൽ ലോ ആവുക. പൊട്ടാഷ്യം ലെവൽ ലോ ആകുന്ന സമയത്ത് വീക്ക്നെസ് ഉണ്ടാവും. അതുപോലെ മസിൽസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ടെമ്പററി ഒരു പാരലൈസ് പോലെ വരിക. ഇതൊക്കെ ഈ അൾഡോസ്റ്റിറോൺ, ഇതൊക്കെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ വരണം, അല്ലെ? ഈ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ. ഇവിടെയാണ് നമ്മുടെ അശ്വഗന്ധയുടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. എന്താ റോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്ട്രെസ് അഥവാ സമ്മർദ്ദം എന്ന് പറയാം. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു കോർട്ടിസോൾ ശരീരത്തില് കോർട്ടിസോൾ ലെവല് ഉണ്ടാവുമല്ലോ. ഈ കോർട്ടിസോൾ ലെവല് കുറക്കാൻ ആവശ്യമായ അഡാപ്റ്റോജൻ എന്തില്, അശ്വഗന്ധയിലുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇതിൻ്റെ അകത്ത് സ്റ്റഡി റിപ്പോർട്ടൊക്കെ പറയുന്നത് പല 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 സ്റ്റഡി റിപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ക്രോണിക് സ്ട്രെസ് ഉള്ള ഒരു 64 പേരില് 60 പേർക്ക് അശ്വഗന്ധ കൊടുത്തപ്പോൾ ഇതില് 69% പേർക്കും ആങ്സൈറ്റിയും ഇൻസോമാനിയ, ഉറക്കമില്ലായ്മ കുറഞ്ഞതായി പല പഠനങ്ങളും പറയുന്നു. അതുപോലെ ഈ അശ്വഗന്ധ ചെയ്യുന്ന സ്ട്രെസ് കഴിഞ്ഞാൽ പറയുന്നത് ഈ ബ്ലഡ് ഷുഗർ ഉണ്ടാകുന്നതിന് കാരണം ഈ കോർട്ടിസോള് ഓവറായി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അബ്ഡോമിനൽ ഫാറ്റ് അക്യുമുലേറ്റ് ഓട്ടോമാറ്റിക് ആയത് ഡയബറ്റിലേക്ക് നയിക്കാം. അപ്പം ബ്ലഡ് ഷുഗർ ഇൻസുലിൻ സിക്രിയേഷൻ ഉണ്ടാകാൻ വേണ്ടി, ഇൻസുലിൻ കൂടുതലായി സെക്രിയേറ്റ് ചെയ്യാൻ അശ്വഗന്ധ വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് ആരോഗ്യമുള്ളവരായി കഴിഞ്ഞാലും, അതായത് ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിലും, അത് പിന്നെ ഡയബറ്റിക് ഉള്ള ആളാണെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ വളരെയധികം അശ്വഗന്ധ സഹായിക്കും. ഇത് പിന്നെ ഈ മനുഷ്യരിൽ തന്നെ നടത്തിയ പഠനങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ അശ്വഗന്ധയെ കുറിച്ചിട്ട് ഈ ട്യൂമർ, ഇപ്പൊ ക്യാൻസർ പേഷ്യന്റ്, ട്യൂമർ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ധാരാളം ഉള്ള ഒരു പിന്നെ പ്രൊഡക്റ്റ് ആണ് അശ്വഗന്ധ. ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ധാരാളം ഉണ്ട്. സൂര്യ ചാനലിൽ ഒരു 1 year ബാക്ക് ഒരു ന്യൂസിലൻഡിലുള്ള ഇന്ത്യക്കാരന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന അശ്വഗന്ധ, അദ്ദേഹം പല ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം അശ്വഗന്ധ ഉപയോഗിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഈ റിക്കവറി ആയി വന്നു എന്നാണ്. അപ്പം എന്തുകൊണ്ടാണ്? ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ധാരാളം അശ്വഗന്ധയിലുള്ളത്.
70% മുതൽ 80% വരെ ട്യൂമറിന്റെ വളർച്ച കുറക്കാൻ അശ്വഗന്ധ സഹായിക്കുന്ന പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അശ്വഗന്ധ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം പരിഹാരമാണ്. ഓക്കെ, അടുത്തത് ഡിപ്രഷൻ. ഡിപ്രഷൻ മീൻസ് വിഷാദം. ഈ വിഷാദ അവസ്ഥ പ്രത്യേകിച്ച് ഏജ്ഡുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിഷാദം. ഈ വിഷാദ അവസ്ഥയെ ലഘൂകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി അശ്വഗന്ധ സഹായിക്കും. അപ്പൊ അവിടെയും അശ്വഗന്ധ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പഠനത്തിൽ പറയുന്നത് ഈ ഈ സ്ട്രെസ് ആയുള്ള ഒരു 64 അഡൾട്ട് മുതിർന്നവരെ എടുത്ത് നോക്കിയപ്പോൾ 60 ദിവസത്തെ പഠനത്തിൽ പറയുന്നത് ഏകദേശം ഒരു 600 mg അശ്വഗന്ധ ദിവസേന കൊടുത്തപ്പോൾ 79% ഡിപ്രഷനും കുറയുന്നതായി പഠനത്തിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷാദമായിരിക്കുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, വിഷാദാവസ്ഥയിലിരിക്കുന്നവരാണ്, അവർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയൊരു അമൂല്യമായ ഒരു ഔഷധ കൂട്ട് തന്നെ, ഔഷധ ടാബ്ലറ്റ് തന്നെയാണ് അശ്വഗന്ധ. ഓക്കെ, ഇപ്പൊ ബൂസ്റ്റ് ടെസ്റ്റോസ്റ്റിറോൺ ഒരു പുരുഷ ഹോർമോണാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ ഈ ടെസ്റ്റോസ്റ്റിറോൺ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ ശരിയായ ഉൽപാദനത്തിനും വളരെയധികം സഹായിക്കും ഇത് അശ്വഗന്ധ. ഓക്കെ, ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഉയർത്താനും ഈ അശ്വഗന്ധ സഹായിക്കുന്നുണ്ട്. അശ്വഗന്ധയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഈ വന്ധ്യതയുള്ള 75 പുരുഷന്മാരിൽ നടത്തിയ പഠനത്തില് അവർക്ക് കൃത്യമായിട്ട് അതിന്റെ അളവില് അശ്വഗന്ധ കൊടുത്ത സമയത്ത് ഈ സെമന്റെ എണ്ണം കൂടി, ബീജങ്ങളുടെ എണ്ണം കൂടുകയും അതുപോലെ ചലനശേഷി വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഈ അശ്വഗന്ധ കൊടുത്ത സമയത്ത്. ഇൻക്രീസ്ഡ് സ്പേം കൗണ്ട് ആൻഡ് മോർട്ടാലിറ്റി അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അശ്വഗന്ധ വളരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ അശ്വഗന്ധ വളരെ എഫക്റ്റീവാണ്. അത് സ്പേം, ഇതിനു പുറമെ തന്നെ ഈ സ്പേം കോൺസെൻട്രേഷനും അതുപോലെ സ്പേമിന്റെ സെമന്റെ വോളിയം കൂട്ടാനും ഒരു 1 ഇജക്ഷൻ തന്നെ ഒരു സം വോളിയം പോകാൻ വേണ്ടിയിട്ടും അതുപോലെ സ്പേം മോട്ടിലിറ്റി ചലനശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ, ഈ ഹോർമോണിന്റെ ലെവല് കൂട്ടാനും ഒക്കെ തന്നെ ഈ അശ്വഗന്ധ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ലെവല് ശരിയായ രീതിയിൽ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അശ്വഗന്ധ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ മസിൽ മാസ് സ്ട്രെങ്ത് കൂട്ടുക. മസിൽ മാസ് സ്ട്രെങ്ത് കൂട്ടുക. അശ്വഗന്ധ ആക്ച്വലി 750 mg മുതൽ 1250 mg വരെ ദിവസേന കൊടുത്ത സമയത്ത് മസിൽ സ്ട്രെങ്ത് കൂടിയതായി പല പഠനങ്ങളിലും പറയുന്നു. കൂടാതെ മറ്റു പഠനത്തിൽ പറയുന്നത് അശ്വഗന്ധ കഴിച്ച് അവരുടെ ഈ മസിൽ മാസ് കൂടുന്നതിന് പുറമെ തന്നെ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്, ക്ഷീണം കുറക്കുക, അതുപോലെ സ്ട്രെങ്ത് ആൻഡ് പവർ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വഗന്ധ സഹായിക്കുന്നുണ്ട്. ഒരു അത്ലറ്റ്സ് പോലുള്ള ആൾക്കാർക്കും ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ഹെർബാണ് അശ്വഗന്ധ. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ബോഡി എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ബോഡി റിയാക്ട് ചെയ്യും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി നശിപ്പിക്കും. പക്ഷെ ഈ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വഗന്ധ വളരെ സഹായിക്കുന്നു. മൃഗങ്ങളിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് അശ്വഗന്ധ ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ. സി റിയാക്റ്റീവ് പ്രോട്ടീന് അത് കുറക്കാൻ വേണ്ടിയിട്ടും അശ്വഗന്ധ സഹായിക്കും. അപ്പൊ എന്താണ് CRP? CRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ, സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയും, ശരീരത്തിൽ എന്തെങ്കിലും അണുബാധ, ക്ഷയരോഗം, അതുപോലെ വാതജന്യ രോഗങ്ങൾ, ആർത്തറിയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെയുള്ള ആൾക്കാരിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ESR, റിത്തോമേഷൻ സെഗ്മെന്റേഷൻ റേഷ്യോ, ഇത് കൂടിയതായി കാണും. ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയിൽ രോഗം പ്രതിരോധിക്കുന്നതിന് ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിക്കുന്നതുകൊണ്ടാണ് ESR കൂടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ് ഈ CRP എന്ന് പറയുന്നത്, സി റിയാക്റ്റീവ് പ്രോട്ടീൻ. അപ്പൊ ഈ സി റിയാക്റ്റീവ് പ്രോട്ടീനെ കൺട്രോൾ ചെയ്യാൻ, അതായത് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? അശ്വഗന്ധ സഹായിക്കുന്നു. പക്ഷെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടിയാലുള്ള പ്രശ്നം എന്താ? CRP സാധാരണ ഉണ്ടാകുന്നത് ഈ കരളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ എന്താവും? അവരിൽ ഈ ഹൃദയധമനികളിലെ ചെറിയ ലെയേഴ്സിന്റെ ഉള്ളിൽ ഈ കോശങ്ങള്, ഈ സംഗതി ഉള്ളിലെ ചെറിയ പാടയിലെ കോശങ്ങളിൽ ഈ CRP ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യും? കോശങ്ങൾക്ക് എന്താ സംഭവിക്കുക? അവിടെയുള്ള കോശങ്ങളിൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പം രക്തത്തിലൂടെ ഒഴുകി പോകുന്ന കൊഴുപ്പ് കണികകൾ അവിടെ തങ്ങി നിൽക്കും. ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും, തങ്ങി നിൽക്കും.
അപ്പൊ ആ തങ്ങി നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബ്ലഡ് ശരിയായി ഫ്ലോ ചെയ്യാൻ കഴിയാത്ത തടസ്സം ഉണ്ടാവും. ഓക്കെ, അപ്പൊ CRP ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലനാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അപ്പൊ ഹാർട്ട് ഹെൽത്തിനും എന്താണ് ഈ അശ്വഗന്ധ വളരെയധികം സഹായിക്കുന്നു. ഇവിടെ 250 mg അശ്വഗന്ധ ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ 36% CRP കുറക്കാൻ കഴിയുന്നതാണ് പറയുന്നത്. അതുപോലെ ആർത്രൈറ്റിസ്, സന്ധിവാദവും പ്രത്യേകിച്ച് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള അവരുടെ ചികിത്സക്ക് ഒരു ഉപാധിയായിട്ട് നമുക്ക് എന്താ ചെയ്യാം, അശ്വഗന്ധ യൂസ് ചെയ്യാം. ഇത് 2015 ഒരു സന്ധിവേദനയുള്ള ഏകദേശം 126 പേരെ വെച്ച് നടത്തിയ പഠനങ്ങളിലാണ് അത് കുറക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹാർട്ട് ഹെൽത്തിന് ഈ CRP എന്ന് പറഞ്ഞ ഇൻഫ്ലമേഷൻ, C റിയാക്റ്റീവ് പ്രോട്ടീൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്തത് കൂടാതെ ഈ ഹൈ BP ഉള്ള ആൾക്കാർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ, ഹൈ BP റെഡ്യൂസ് ചെയ്യാൻ, അതുപോലെ ട്രൈഗ്ലിസറൈഡ് ഉണ്ടെങ്കിൽ കുറക്കാൻ, ഇതിനൊക്കെ തന്നെ അശ്വഗന്ധ നല്ലൊരു ഔഷധ കൂട്ടാണ്. അങ്ങനെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രെസ് ഉള്ള ഏകദേശം 60 പരം അഡൽട്ടിനെ നടത്തിയ ഒരു പഠനം ഉണ്ടായിരുന്നു. ആ പഠനത്തിൽ പറയുന്നത് അവർക്ക് ഈ അശ്വഗന്ധ കൊടുത്ത സമയത്ത് 17% LDL കൊളസ്ട്രോളും 11% ട്രൈഗ്ലിസറൈഡും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അശ്വഗന്ധയിലൂടെ സാധിച്ചു. ഇത് മാത്രമല്ല, ബ്രെയിൻ ഹെൽത്തിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അശ്വഗന്ധ ഉപയോഗിക്കുന്നവരിൽ ഈ ഓർമ്മ വൈകല്യം, അതായത് ഓർമ്മയെ കൊണ്ട് മെമ്മറി ഷോർട്ടേജ്, അത് പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അശ്വഗന്ധ വളരെയധികം സഹായിക്കുന്നു. ഈ എപ്പിലെപ്സി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അപസ്മാരം എന്ന് പറയുന്നത്, ആ അപസ്മാരത്തെ കുറക്കാൻ വേണ്ടിയിട്ടും അശ്വഗന്ധ സഹായിച്ചു എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. ഇനി ഈ അശ്വഗന്ധയുടെ കൺക്ലൂഷനിലേക്ക് വരാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞേ? സ്ട്രെസ് കുറക്കാൻ നല്ലതാണ് അശ്വഗന്ധ, ബ്ലഡ് ഷുഗർ റെഡ്യൂസ് ചെയ്യാൻ അശ്വഗന്ധ നല്ലതാണ്, ട്യൂമർ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്, ഡിപ്രഷൻ അതിന് വളരെ നല്ലതാണ്, ടെസ്റ്റോസ്റ്റിറോൺ ലെവല് ഹൈ ആക്കാൻ വേണ്ടി അശ്വഗന്ധ നല്ലതാണ്, മസിൽ മാസ് സ്ട്രെങ്ത് കൂട്ടാൻ നല്ലതാണ്, ഇൻഫ്ലമേഷൻ ശരീരത്തിൽ CRP പോലുള്ള C റിയാക്റ്റീവ് പ്രോട്ടീൻ പോലുള്ള ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ അശ്വഗന്ധ വളരെ എഫക്റ്റീവ് ആണ്. ബ്രെയിൻ ഫംഗ്ഷൻ ഇൻക്ലൂഡിങ് മെമ്മറി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വഗന്ധ വളരെ സഹായിക്കുന്നു. ആർത്രൈറ്റിസ്, സന്ധിവാദമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വഗന്ധ വളരെ ഹെൽപ്ഫുൾ ആണ്. ഹാർട്ട് ഹെൽത്തിന് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്തുകൊണ്ടും ട്രൈഗ്ലിസറൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ടും ഒക്കെ അശ്വഗന്ധ വളരെ BP റെഡ്യൂസ് ചെയ്തുകൊണ്ടും ഒക്കെ ഹാർട്ട് ഹെൽത്ത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വാഗ്ഭടൻ എഴുതിയ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു, പിതാശ്വഗന്ധ പയസാർത്ഥ മാസം ഹൃദയന തൈലേന സുഖാപുരാവ കൃശസ്യ പുഷ്ടീം വപുഷേ വിദത്തെ ബാലസ്യ സസ്യസ്യ യഥാസുവൃഷ്ടി. സുവൃഷ്ടി മഴ, മഴയത്ത് കരിഞ്ഞുണങ്ങിയ മരം എങ്ങനെയാണോ കിളിർത്തു വരുന്നത് അതുപോലെ അശ്വഗന്ധം 15 ദിവസം ഉപയോഗിച്ചാൽ അതിന് വളരെ പരമാർത്ഥമായ ഒട്ടനവധി ബെനിഫിറ്റ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂട്രിയന്റ് പ്രൊഡക്റ്റ് ആണ് അശ്വഗന്ധ. ഈ അശ്വഗന്ധയിൽ മാത്രമുള്ള പ്രത്യേകത എന്താ? അതിൽ വിത്തിനോൾസ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ കഴിച്ചാല് പൂർണ്ണമായും ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, 1 മുതൽ 2 ടാബ്ലറ്റ് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. 230 mg വിത്തനോൾസ് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതാണ് അശ്വഗന്ധയെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരുപാട് പോയിന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ഹെൽത്തിലും വളരെയധികം ചേഞ്ചസ് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി ഇൻഫോർമേഷൻ സഹായിക്കും. അത്തരത്തിലുള്ള ഒരുപാട് കഷ്ടതയും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഇൻഫോർമേഷൻ സഹായിക്കും. നമ്മുടെ ടീമിലേക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ബാക്ക് ടു പോസ്റ്റ്. ഓക്കെ, എക്സലന്റ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള, അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എഴുതിയെടുക്കേണ്ടവ എഴുതിയെടുക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ ഇന്ന് ഇതിപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളാണ് ഒരൊറ്റ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയത്, ഏതൊക്കെ സാധനങ്ങൾ. അതിന് ആ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക്, എനിക്ക് തോന്നുന്നത്, ഞാനിത് കേട്ടിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്താ വെച്ചാൽ, അശ്വഗന്ധ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിൽ ഡെയിലി കഴിക്കേണ്ട ഒരു സാധനമാണ്. ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക്, അതായത് ഈ പറഞ്ഞ പോലെ
നമ്മുടെ വെയിൻസ് നരമ്പുകൾക്കിടയ്ക്ക് പിന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടായി കൂടി അവിടേക്ക് വന്ന് ഫാറ്റ് അടിച്ചു കൂടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അവസാന ഭാഗം എന്താ? അത് ബ്ലോക്കായി മാറും. സോ അത് ഇതുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മാറ്റാൻ പറ്റും. സോ ടോട്ടലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കണം. സന്തോഷവാന്മാരായിട്ടിരിക്കാൻ ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് എല്ലാ ദിവസവും 2 അശ്വഗന്ധ വെച്ച് കഴിക്കുന്നത് തന്നെയാണ്. സോ ഓക്കെ, ഞാൻ പിന്നെ ആദ്യം പറഞ്ഞ പോലെ എന്താ പറയുക, കൂടുതൽ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഇപ്പം നമ്മൾ കേട്ടത് ഒരു ഇന്ത്യൻ ഹെർബിന്റെ കാര്യങ്ങളാണെങ്കിൽ ഇനിയും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മറ്റൊരു ഹെർബാണ് ജിൻസങ്. സോ അത് ഒരു എക്സലന്റ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ന്യൂട്രിലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മുടെ ഇതിപ്പം ഈ പറഞ്ഞ അശ്വഗന്ധ നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നെങ്കിൽ പിന്നെ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലഡിനകത്തൂടെ നമ്മുടെ ഓരോ അവയവങ്ങൾക്കകത്ത് എൻട്രി ചെയ്തിട്ട് സ്മാർട്ടാക്കി കളയും നമ്മളെ. സോ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാൻ കുറച്ചും കൂടെ എക്സലന്റ് ആയിട്ടുള്ള ആൾ, കുറച്ചുകൂടെ എന്ന് പറയാൻ പറ്റില്ല, വളരെ എക്സലന്റ് ആയിട്ടുള്ള ആൾ തന്നെ, ബൈജുവിനെ പോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ തന്നെ, നമ്മുടെ ഈ ട്രെയിനിങ് ടീമിലെ ഏറ്റവും പവർഫുൾ പേഴ്സണാലിറ്റികളിൽ ഒരാൾ. സോ അദ്ദേഹം ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്, ഒരു ലീഡിങ് ഡോക്ടറാണ്, അതിലുപരി ഒരു ലീഡിങ് ട്രെയിനറാണ്. സോ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയും പിന്നെ ഞാൻ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഓർപ്പിക്കാം, നിങ്ങൾ വീണ്ടും ഡയറിയും പെന്നും ഒക്കെ എടുത്ത് കയ്യിൽ പിടിച്ചോണം. കാരണം അതേപോലെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഇനി അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഓക്കെ, വെൽക്കം മിസ്റ്റർ ബാബുരാജ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ആയില്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ ഇന്ന് 2 പ്രോഡക്റ്റ് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? യെസ്, അതെ. അപ്പൊ ഇന്നത്തെ 2 പ്രോഡക്റ്റ് നമ്മൾ സ്ട്രെസ്സും മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോഡക്റ്റുകളാണ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ കേട്ടായിരുന്നു, അശ്വഗന്ധ. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് നമ്മൾ സൈബീരിയൻ ജിൻസങ്. ഇതൊരു ഫോറിൻ ജിൻസങ്, ഇന്ത്യൻ ജിൻസങ്, ഫോറിൻ ജിൻസങ്. ഓക്കെ, അതുകൊണ്ട് സ്ട്രെസ്സിൽ 1-2 കാര്യങ്ങളൂടി പറയാം. സ്ട്രെസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്? സ്ട്രെസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടായിരുന്നു. സ്ട്രെസ് വരുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര ഡൗൺ ആയിപ്പോകും. അത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്കൊരു എല്ലാ ആക്ടിവിറ്റിക്കും എനർജി വേണമല്ലോ. ഇപ്പോൾ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതിന് പറയുന്ന പേര് തന്നെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്ന് പറയും. സ്ട്രെസ് ഹോർമോൺസിന് പറയുന്ന പേര് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തല്ലുകൂടുക, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക. ഇതാണ്. അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഇടപെടണം, ശരിയല്ലേ? അത് ആദ്യകാലം മുതൽ മനുഷ്യൻ ജനിക്കുമ്പോൾ ഉടലെടുത്ത സമയത്തുള്ള സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നത്? പുലി ഓടിച്ചുവിടുക, സിംഹം ഓടിച്ചുവിടുക, അങ്ങനത്തെ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മനുഷ്യന് സ്ട്രെസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇതൊന്ന് ഓടണം, അപ്പോൾ പവർ ആവണം. എവിടെ? കൈയും കാലും പവർ ആവണം. അപ്പോൾ നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ അതിന് ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് കൈ കാലുകളിലേക്ക് ബ്ലഡ് കൂടുതൽ ഒഴുക്കാനുള്ള ഡ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സ്ട്രെസ് വരുമ്പോൾ കൈകാലുകളിലേക്ക് ബ്ലഡ് ഒഴുകും. അപ്പോൾ എന്താണ്? സെൻട്രൽ ബോഡിയിലുള്ള ഓർഗൻസിലേക്കുള്ള സർക്കുലേഷൻ കുറയും. അപ്പോൾ അതൊരു സെൻട്രൽ ഓർഗൻസ്, വൈറ്റൽ ഓർഗൻസ് ആണ്. വൈറ്റൽ ഓർഗൻസിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ അത് അപ്പം കൈകാലുകളിലേക്ക് കൂടുതൽ ബ്ലഡ് വേണമെങ്കിൽ പമ്പിങ് കൂട്ടണം, ഹാർട്ടിൻ്റെ റേറ്റ് കൂട്ടണം, പിന്നെ BP കൂട്ടി വരും. അപ്പോൾ റെഗുലറായിട്ട് സ്ട്രെസ് ഉള്ളവർക്ക് ഹൈ BP, ഹാർട്ട് റേറ്റും കൂടും. പണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കണം.
അപ്പോൾ എങ്ങനെ സ്ട്രെസ് വന്നാലും ഈ ഹോർമോണാണ് റിലീസ് ചെയ്യുക. അതെപ്പോഴും നമ്മൾ ഓർക്കണം. വീട്ടിലിരുന്ന് നമ്മൾ വേറെന്തൊക്കെയോ ആലോചിച്ച് സ്ട്രെസ് വന്നാലും ഇതേ ഹോർമോൺ തന്നെ ഉണ്ടാവുന്നത്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ. അതിൻ്റെ ഡ്യൂട്ടി എന്താ? കൈകാലുകളിലേക്ക്. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂട്ടും, BP. ഒരു പ്രാവശ്യം സ്ട്രെസ് ആയെന്ന് വിചാരിച്ചിട്ട്, ഒരു ദിവസം സ്ട്രെസ് ആയെന്ന് വിചാരിച്ചിട്ട് വിഷയമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ സ്ഥിരമായിട്ട് സ്ട്രെസ് കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് BP ഷൂട്ടപ്പ് ചെയ്യും. ബോഡി സെൻസ് ചെയ്ത് എന്താ, പുറത്ത് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെ ഫൈറ്റ് ആവണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടണം. ഇതാണ് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ BP ഷൂട്ടപ്പ് ചെയ്ത് വെക്കും. ഇപ്പോൾ BP കൂടും. നാച്ചുറലി ഇവിടെ BP കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ ഉപ്പ് കൂടുതൽ കഴിക്കുന്നതിൻ്റെ അല്ല. നമ്പർ 1 റീസൺ സ്ട്രെസ്സാണ്. നമ്പർ 1 റീസൺ സ്ട്രെസ്സാണ്. അതിൻ്റെ ഫങ്ഷൻ ഇതാണ്, BP കൂട്ടി വയ്ക്കും. ഇപ്പോൾ ഒന്നും BP കൂട്ടുന്നത്. ഇനി നമ്മളിതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾക്കൊരു വയറിളക്കം വന്ന് നമ്മൾ കിടക്കും. അപ്പോൾ നമ്മൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുലി ഓടിച്ചു കൊടുക്കും. അപ്പോൾ സ്ട്രെസ് വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ വയറിളക്കം അല്ലെങ്കിൽ അസുഖം മാറിയിട്ട് ഓടാമെന്നല്ലല്ലോ നമ്മൾ വിചാരിക്കുക. അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടണ്ടേ? ഇപ്പോൾ സ്ട്രെസ് ഹോർമോൺസ്. അപ്പം എഴുന്നേറ്റ് ഓടുന്നതിന് നമുക്ക് എനർജി വേണം. അപ്പോൾ ഭൂരിഭാഗം എനർജിയും നമ്മൾക്ക് ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷേ നമ്മൾക്ക് വയറിളക്കമുണ്ട്, നമ്മൾക്ക് അസുഖമുണ്ട്. അപ്പോൾ അതിനെയും ഡീൽ ചെയ്യണ്ടേ? എനർജി വേണ്ടേ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്? ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആ ഏരിയയിലുള്ള എനർജി പോകും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസിലേക്ക്, ആ ഡ്യൂട്ടിയിലേക്ക് പോകും. അപ്പോൾ റെഗുലറായിട്ട് സ്ട്രെസ് കീപ്പ് ചെയ്യുന്നവരുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ഡൗൺ ആയിരിക്കും. ഇങ്ങനെ കുറേ ഉണ്ട്. മേജറായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇമ്മ്യൂൺ സിസ്റ്റം മെയിനായിട്ട് ഡൗൺ ആവും. BPയും ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചിട്ടാണ്, ബോഡിക്ക് അതറിയില്ല. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോണാണ് ഉണ്ടാക്കുക. സോ അത്രയും ഞാനൊന്ന് ആഡ് ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ നമ്മൾ അശ്വഗന്ധ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെർബാണ് സൈബീരിയൻ ജെൻസൺ. നമ്മളുടെ കമ്പനിക്കുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നമുക്ക് സംസാരിക്കാം. ഞാൻ സ്ലൈഡ് വഴിയായിരിക്കും പോകുന്നത്. നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. കാണാമല്ലോ അല്ലേ? യെസ്, ഓക്കെ, കാണാം. ജിൻസൺ ചെറി പ്ലസ് ആണ് കേട്ടോ. അതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇത് അവിടെ നമ്മൾ ഇത് ടോപ്പപ്പ് ചെയ്യണം വെച്ചാൽ നമ്മളുടെ എൻഡുറൻസ്, എഫിഷ്യൻസി, സ്റ്റാമിന ടോപ്പപ്പ് ചെയ്യാൻ. അതാണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി. അത് നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി അതാണ്, സ്റ്റാമിന ആൻഡ് എൻഡുറൻസ്, പവർ കൂട്ടുക എന്നുള്ളത്. സോ സൈബീരിയൻ ജെൻസൺ പേര് ഒന്നാണെങ്കിലും ഒരു പേരാ, പക്ഷെ അതിൽ 5 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 5 ഹെർബ്സ് ചേർന്നാണ് ഈ പ്രോഡക്റ്റ്. അതിൽ സൈബീരിയൻ ജെൻസൺ ഉണ്ട്, ജിങ്കോ ബൈലോബ ഉണ്ട്, ശിശാന്ത്ര ഉണ്ട്, പെപ്പർമിൻ്റ് ഉണ്ട്, അസറോള ചെറി ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം, അതായിരിക്കും നല്ലത്. സൈബീരിയൻ ജെൻസൺ പേര് സൈബീരിയൻ ജെൻസൺ ആണെങ്കിലും ശരിക്കും ഇതൊരു ജെൻസൺ അല്ല. ജെൻസൺ എന്ന് പറഞ്ഞത് പനാക്സ് ജെൻസൺ എന്ന് പറയാം. അതാണ് ശരിയായ ജെൻസൺ. പക്ഷെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ജിൻസങ്ങിൻ്റെ അതേ ഫലങ്ങൾ തരുന്ന വേറൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ പേര് എലിത്രോകോക്കസ് സെന്റിക്കോക്കസ്. ഇതാണ് മെയിൻ. പക്ഷെ അതേ ഫലം തരുന്ന ഇതായതുകൊണ്ടാണ് ഇത് ജെൻസൺ എന്നുള്ള ഒരു പേര് അങ്ങനെ വീണുതിരിക്കും. ഇത് കാലങ്ങളായിട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് ജപ്പാൻകാരും കൊറിയക്കാരും റഷ്യക്കാരും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ജനറൽ ബോഡി സ്റ്റിമുലൻ്റ് ആയിട്ടും ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഇതിനെ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിയിരിക്കുന്നത് റഷ്യക്കാരാണ്. ഈ പനാക്സ് ജെൻസൻ്റെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് അവർ പനാക്സ് ജെൻസനിലേക്ക് പോകാതെ, അത് കൃഷി ചെയ്ത് വിളവെടുക്കാൻ കുറേ കാലതാമസമുണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ റഷ്യക്കാർ ഇങ്ങനെ ഒരു ചെടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോയത്. എന്തിനാണ് അവർ സ്റ്റഡി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫലങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ മനസ്സിലായപ്പോൾ അവരുടെ സ്പോർട്സ് താരങ്ങൾക്കും
ആർമി പ്രൊഫഷണൽസിനും ആസ്ട്രോനോട്സിനും കൊടുക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ സ്റ്റഡി നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി നടത്തിയപ്പോൾ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർ ഈ പറയുന്ന ആളുകൾക്ക് കൊടുത്തു. അതിന് വളരെയധികം ഫലങ്ങൾ, അവരുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റി. ഇവരെല്ലാം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ പോകേണ്ട ആൾക്കാരാണല്ലോ. ഇത് ആർമി പേഴ്സൺസ് ആയിക്കോട്ടെ, സ്പോർട്സ് താരങ്ങളായിക്കോട്ടെ, ആസ്ട്രോനോട്സ് ആയിക്കോട്ടെ. അപ്പോൾ അവർക്കൊക്കെ ആ സിറ്റുവേഷനിലേക്ക് അവരെ ഇഴുകിച്ചേരാൻ, അഡാപ്റ്റ് ചെയ്യിക്കാനായിട്ട് സഹായിക്കാൻ പറ്റി. അപ്പോൾ അത് അവർ വൈൽഡായിട്ട് കൃഷി ചെയ്യുകയും, ഈ സൈബീരിയ റഷ്യയിലെ ഒരു പാർട്ടാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് കൃഷി ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിന് സൈബീരിയൻ ജിൻസ് എന്നുള്ള പേര് വന്നത്. റൂട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണ് സൈബീരിയൻ ജിൻസ് എന്നുള്ളത്. അതിൻ്റെ ആക്റ്റീവ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഇപ്പം ആംബേ കമ്പനിയുടെ അല്ലെങ്കിൽ ന്യൂട്രിലൈറ്റിൻ്റെ പ്രത്യേകത, മിസ്റ്റർ ബൈജു പറഞ്ഞ പോലെ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒരു ചെടി അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്നും ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന ഫലങ്ങൾ തരുന്നതെന്നും കണ്ടെത്തി അതാണ് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആണ്. ഇത് എവിഡൻസ് ബേസ്ഡ് എന്ന് പറയും. ഇതെന്താണ് സംഭവിക്കണമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇത് കഴിച്ചാൽ നല്ലതാണെന്നല്ല പറയുക, ഇതെന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പേര് ജസ്റ്റ് പറയാം. എലിത്രോസൈഡ്സ്, സാപ്പോണിൻസ്, പോളിസാക്കറൈഡ്സ്, ഇതാണ് അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ മെയിൻ അഡാപ്റ്റോജൻ, അത് അഡാപ്റ്റ് ചെയ്യിക്കാം. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ BDNF എന്ന് പറഞ്ഞ പ്രോട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഉത്തേജിപ്പിക്കും. BDNF എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ, അതൊരു പ്രോട്ടീനാണ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ സ്ട്രെസ് കുറയും, ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് നമ്മളെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഇതിനുള്ള ഡ്യൂട്ടി ഇൻക്രീസ് എനർജി, ബോഡിയുടെ മെറ്റബോളിസം, എനർജി ലെവൽ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ മസിൽസിൻ്റെ എബിലിറ്റി കൂട്ടുക. അപ്പോൾ കൂടുതൽ അവരുടെ പെർഫോമൻസ്, സ്പോർട്സ് താരങ്ങൾക്കായിക്കോട്ടെ ഒരു പെർഫോമൻസ് കൂട്ടാൻ പറ്റും. ജിമ്മിൽ പോണവർക്കായിട്ടെ, മസിൽ ബിൽഡേഴ്സ് ആയിക്കോട്ടെ, പെർഫോമൻസ് കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ മസിൽസിൻ്റെ എബിലിറ്റി കൂട്ടും. പിന്നെ അറ്റൻഷൻ, മെമ്മറി, വെൽബീയിങ് ഫീലിംഗ് കൂട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ഈ ഒരു ജിൻസിങ്ങിന് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള കഴിവുണ്ട്. ചെറിയ തോതിൽ കുഞ്ഞു രക്തക്കുഴലുകളെ വികസിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ കൂടുതൽ ഓക്സിജൻ എത്തുമ്പോൾ നമ്മൾക്ക് അറ്റൻറ്റീവ് ആവാനും മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും, ഫീൽ ഗുഡ് ഫീലിംഗ് തരും. അതിലൂടെയാണ് അത് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ്, സാപ്പോണിൻസ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ. അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ CD4 സെൽസ് എന്നുള്ളത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് സെൽസ് ഉണ്ട്. അതിനെ ഹെൽപ്പർ T സെൽസ് എന്നൊക്കെയാണ് പേര് പറയുന്നത്. ജസ്റ്റ് ആ നെയിം പറഞ്ഞെന്ന് മാത്രമേ. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം നല്ല രീതിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കോർഡിനേറ്റ് ചെയ്യാനും ആക്ട് ചെയ്യാനും പറ്റും. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ പാർക്കിൻസൺസ്, പിന്നെ അൽഷിമേഴ്സ്, അങ്ങനെയുള്ള ഡീജനറേറ്റീവ് ഡിസീസിൻ്റെ പ്രോഗ്രസ്, അതായത് ബാഡ് പ്രോഗ്രസ്, അത് കൂടുതൽ വഷളാവുന്ന രീതിയിൽ നിന്ന് വഷളായിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ സ്പീഡ് കുറയ്ക്കാം. അതാണ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നശീകരണം. അപ്പോൾ ശരീരത്തിൽ നമ്മളുടെ ലൈറ്റൽ ഡിസീസ് എല്ലാം മിക്കവാറും എല്ലാം തന്നെ ഡിജനറേറ്റീവ് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. ഡിജനറേഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും വഴിയാണ് കൂടുതലും ഡിജനറേഷൻ സംഭവിക്കുന്നത്. അതിനാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേഷനും ഉപയോഗിക്കുന്നത്, ആ ഡിജനറേറ്റീവ് പ്രോസസ്സ് കുറയ്ക്കാൻ. അതാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയുടെ റോൾ. ഇവിടെ ഈ സൈബീരിയൻ ജിൻസിങ്ങിനും പവർഫുൾ ഓക്സിജൻ സപ്ലൈ കൂട്ടാനുള്ള കഴിവുണ്ട്. അതോടൊപ്പം ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പാർക്കിൻസൺ ഡിസീസ്, അൽഷിമേഴ്സ് ഡിസീസ്, അതിൻ്റെയൊക്കെ പ്രോഗ്രസ് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കും. ഗ്ലൂക്കോസിൻ്റെ ലെവൽ അത് ഹെൽപ്പ് ചെയ്യുന്നത് പോളിസാക്കറൈഡ്സ് എന്നാണ്. ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട് ഇതിനെല്ലാം. പിന്നെ സെക്ഷൽ ഫങ്ഷൻസ്, ഇറക്ഷൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ കണ്ടു, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള കഴിവുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ ഇറക്ഷൻ പ്രോബ്ലം കുറയും.
അത് അതിനുള്ള സഹായിക്കുന്നു. യൂട്രസിന്റെ മസിൽസിനുള്ള ടോൺ, അതിൻ്റെ ഒരു വിഗർ കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് തന്നെ ഫെർട്ടൈൽ ആവാനുള്ള ചാൻസും അബോർഷൻ ചാൻസും ഒക്കെ കുറയ്ക്കാനുള്ള സാധ്യത ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സോ ഇതാണ് സൈബീരിയൻ ജെൻസൻ എന്നുള്ള ആ ഒരു ഹെർബിൻ്റെ ഗുണങ്ങൾ. അടുത്ത ഹെർബ് എന്ന് പറയുന്നത് ഹെർബൽ, ഇതൊരു ട്രീ ഡെസ്ട്രക്റ്റാണ്, ജിങ്കോ ബൈലോബ. ഈ ജിങ്കോ ബൈലോബയുടെ പ്രത്യേകത, നമ്മളുടെ ഇന്ന് കാണുന്ന കുറേ മരങ്ങളുണ്ടല്ലോ, ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പും വേറെ കുറേ മരങ്ങളുണ്ടായിരുന്നു. അതിൽ കുറേ മരങ്ങളൊക്കെ ഇല്ലാതായി. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷം മുമ്പുണ്ടായ പല മരങ്ങളിലും ഒന്നാണ് ഈ ജിങ്കോ ബൈലോബ. ഓൾഡ് സ്പീഷീസ് ആണ്. ഇതിൻ്റെ ലീഫാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ ജിൻസങ്ങിൻ്റെ റൂട്ടാണ് ഇതിൻ്റെ ലീഫാണ് നമ്മൾ എടുക്കുന്നത്. ഫ്ലാവനോയിഡ്സ്, ടെർപ്പനോയിഡ്സ് ആണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ മെയിൻ റോള് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ അവർ റീജനറേറ്റീവ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ലെവലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ലെവലും ആങ്സൈറ്റി കുറയ്ക്കാനുള്ള, സ്ട്രെസ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. മെൻ്റൽ പെർഫോമൻസ്, എബിലിറ്റി, കാൽക്കുലേഷൻ, മെമ്മറി, അങ്ങനെ റീസണിങ്, അങ്ങനെ മെൻ്റൽ പെർഫോമൻസ് കൂട്ടാനുള്ള കഴിവുണ്ട്. ഇംപ്രൂവ് സിംറ്റംസ് ഓഫ് ആസ്മയുടെ സിംറ്റംസ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ, അതൊരു ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീന് നമ്മൾ ഓവറായിട്ട്, ഇപ്പോൾ ലങ്സിൻ്റെ ഉള്ളിൽ ഈ പ്രോട്ടീന് ഒരളവിൽ കൂടുതലാണെങ്കിൽ ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യും. നിസ്സാര കാര്യങ്ങൾക്ക് ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ലങ്സിൻ്റെ ഉള്ളിൽ നീര് വയ്ക്കും. അപ്പോൾ എയർ പാസിൻ്റെ സൈസ് കുറയും, നമുക്ക് ആസ്മ പോലെ ഫീൽ ചെയ്യും. അപ്പം ഈസിനോഫിൽസിൻ്റെ അളവ് കൂട്ടും. അപ്പം ഇതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിംറ്റംസ് കുറയ്ക്കും. അതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ. ഇത് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്നല്ല പറയുന്നത്, അഡീഷണൽ ഫങ്ഷൻസ് ആണ്. ഇംപ്രൂവ് ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള കഴിവുണ്ട് ഇതിനുണ്ട്. ജിങ്കോ ബൈലോബയ്ക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ. നേരത്തെ അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, രക്തക്കുഴലിൻ്റെ ഭിത്തിയുടെ ഉള്ളിൽ പാട പോലത്തെ ലെയർ ഉണ്ട്. അതിൽ കുറച്ച് സെൽസ് ഉണ്ട്, ഇൻറ്റിമ. ഈ സെൽസിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. നൈട്രിക് ഓക്സൈഡ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട റോള് ഇതിന് അയഞ്ഞു കൊടുക്കുക, രക്തക്കുഴലിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞാലോ റിലാക്സേഷൻ പോകും, എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി പോകും, എന്ന് പറഞ്ഞാൽ റിജിഡ് ആവും. റിജിഡ് ആകുമ്പോൾ എന്താ പറ്റുക, ഉള്ളിലെ സെയിം ബ്ലഡ് പ്രഷർ ഫീൽ ചെയ്യും. സോ അത് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം റിലാക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ബ്ലഡ് ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് അത് വർക്ക് നടക്കുന്നത്. പിന്നെ ആ ഒരു ധർമ്മം ഉള്ളത് കൊണ്ട് തന്നെ ഇറക്ഷൻ പ്രോബ്ലം, അപ്പം ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള കഴിവുണ്ട്, അപ്പോൾ ഇറക്ഷൻ പ്രോബ്ലം കുറയും. ദെൻ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനും പിന്നെ ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള കഴിവും ഈ അൽഷിമേഴ്സ്, ഡിമെൻഷ്യയ്ക്കും അതിൻ്റെ പ്രോഗ്രസ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിനും കുറേ ഗുണങ്ങളുണ്ട് ജിൻസെങ്ങും പോലെ തന്നെ. ദെൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ശിശാന്തര. അതിൻ്റെ മെയിൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ലിഗ്നൻസ് എന്ന് പറയും. അത് ശിശാന്തരൻ A, B, C അങ്ങനെ 3 മെയിൻ കണ്ടന്റ്. അതിന് ലിഗ്നൻസ് ഒരു മൊത്തത്തിലുള്ള പേര് പറയുന്നു. ഇതും പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇതിനും സ്ട്രെസ് ഹോർമോൺ, അപ്പോൾ സ്ട്രെസ് കുറയും. സ്ട്രെസ് ഹോർമോൺ കുറഞ്ഞാൽ സ്ട്രെസ് കുറയും. കോർട്ടിസോളാണ് മെയിനായിട്ട് റൂൾ. കോർട്ടിസോളിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് കുറയും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഏത് ശിശാന്തരയ്ക്ക്. ബോഡിയിലെ എനർജി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പിന്നെ റിഡ്യൂസ് പ്രോഗ്രഷൻ, അത് ആൽഷിമേഴ്സ്, നേരത്തെ കണ്ട ഡിമെൻഷ്യ, പാർക്കിൻസോൺസും, പ്രത്യേകിച്ച് ഇതിനുള്ള റോളുകൾ ആൽഷിമേഴ്സിലാണ്. ആൽഷിമേഴ്സിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അത് ചില ടൈപ്പ് പ്രോട്ടീന് ബ്ലോക്ക് ചെയ്യുന്നത്. ഞരമ്പുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജംഗ്ഷൻസ് ഉണ്ട്. അവിടെ പ്രത്യേകതരം പ്രോട്ടീനുകൾ കൂടിയിട്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കാണ്. ആ ഒരു ടൈപ്പ് പ്രോട്ടീനാണ് അമൈലോയ്ഡ് ബീറ്റ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂട്ടും. ഇങ്ങനത്തെ പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഈ അൽഷിമേഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കുറയ്ക്കും. അത് ആൻറ്റി ഓക്സിഡൻറ്റ് ധർമ്മം വഴിയാണ്. അത് ചെയ്യുന്നത് ശിശാന്തരൻ B ആണ്. ഇതിന് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അഡീഷണൽ. അതായത് ശിശാന്തരൻ C എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ലിവർ ഡീടോക്സിഫൈ ചെയ്യാനും ലിവർ സെൽസിനെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്.
ഈ ഒരു കണ്ടന്റിനും ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള കഴിവുണ്ട്. അതെങ്ങനെ? നൈട്രിക് ഓക്സൈഡ് ലെവല്. ഇതിന് ഈ സ്പേമിന്റെ ക്വാളിറ്റി കൂട്ടാനും നമ്പർ കൂട്ടാനും പിന്നെ ഓവത്തിന്റെ എഗ്ഗിന്റെ ഓവത്തിന്റെ ക്വാളിറ്റി കൂട്ടാനും അപ്പം ഇൻഫെർട്ടിലിറ്റിക്ക് സഹായിക്കുന്നു എന്നർത്ഥം. സോ ഇതെല്ലാം ഈ ഓക്സിജൻ ലെവല് ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോഴും ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങൾ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ബെനിഫിറ്റുകൾ ഇതിനെല്ലാം ഉണ്ട്. സോ ഈ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് റോൾ പ്ലേ ചെയ്യുന്നത്. ഇതിനെല്ലാം ഒരു സിമിലർ അപ്പം കമ്പനി ഇതെല്ലാം ഇതെല്ലാം സ്റ്റഡി ചെയ്താലല്ലേ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഓരോ ചെടികളും കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമല്ലോ ആദ്യം. അപ്പോൾ എത്രമാത്രം സ്റ്റഡി നടത്തണം. ഈ 3 മെയിൻ ഇൻഗ്രീഡിയൻസ് സിമിലർ പല റോഡുകളും. അതുമാത്രമല്ല ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ 3ൻ്റെ ഒരു പ്രത്യേകത, ഇത് 3നും ഒരു ചെറിയ വിഷയങ്ങളുണ്ട്. സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാക്കും, ഓക്കാനും വരും. ഇതിന് 3നും ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 3 കാര്യങ്ങൾ. ഇത് 3ലും നമ്മൾ കേട്ടത് എന്താ കാര്യം? സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളത്, എനർജി ബൂസ്റ്റപ്പ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക, നമ്മൾക്ക് സന്തോഷം തരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ 3ലും നമ്മൾ കേട്ടത്. അപ്പോൾ ഓൾറെഡി ഡിപ്രഷൻ ഉള്ള ആൾക്ക് ആൻറ്റി ഡിപ്രഷനും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇതും കൂടെ ചേർക്കുമ്പോൾ ഓവറാവും. അപ്പോൾ ആൻറ്റി ഡിപ്രസൻ്റ് കഴിക്കുന്നവർക്ക് നമ്മൾക്കിത് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് കൊടുക്കുന്നില്ല. ഈ ഡിജോക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ ഹാർട്ട് പ്രോബ്ലത്തിന് കഴിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇത് കൊടുക്കുമ്പോൾ ഡിജോക്സിൻ്റെ അളവ് ലേശം കൂടും. അപ്പോൾ അത് ഡിജോക്സിൻ്റെ ടോക്സിസിറ്റിയിലേക്ക് കിടക്കാനുള്ളത്. അപ്പോൾ അത് കഴിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നില്ല. ഇനി ഫിറ്റ്സിന് മരുന്ന് ഈ ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞ ചില ഫിനോബാർബിറ്റോൺ എന്നൊക്കെ പറയും. അതിന് ഓൾറെഡി ഇങ്ങനത്തെ മരുന്നിന് സെഡേഷൻ കുറച്ചുണ്ടാവും. ഇവിടെ നമ്മൾ കാണുന്നത് ഇത് 3നും ചെറിയ സെഡേഷൻ ചിലവർക്കുണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, കഴിച്ചു കഴിയുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സെഡേഷൻ്റെ അളവ് കൂടുവാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഹെപ്പാരിൻ വാർഫാരിൻ, ഇതിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലഡ് ക്ലോട്ടിങ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. ഈ 2 ഡ്രഗും ബ്ലഡ് ക്ലോട്ട് കംപ്ലീറ്റ് ബ്ലോക്ക്. ഒരു കാരണവശാലും ഇത് എടുക്കുന്ന മെഡിസിൻ എടുക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവില്ല. നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻസിനും 3 ഹെർബ്സിനും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കപ്പാസിറ്റി കുറയ്ക്കാൻ എബിലിറ്റിയും കൂടി ഉണ്ട്, അഡീഷണൽ, ഓവറായിട്ടില്ല. പക്ഷെ ഓൾറെഡി ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതൊരു ഓവർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ചു വേണം. അപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ദെൻ അൺകൺട്രോൾഡ് BP, പലതരം മെഡിസിൻ കഴിച്ചിട്ടും BP ഹൈ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. അൺകൺട്രോൾഡ് BP, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ രീതിയിൽ BP വേരിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഓക്സിജൻ സപ്ലൈ കൂട്ടും. അതുമാത്രമല്ല ചെറിയ രീതിയിൽ BP ചില ആളുകൾക്ക് കയറി വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ അൺകൺട്രോൾഡ് BP ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാനിയാക്സ് എന്ന് പറയുന്നത് നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം, ഡിപ്രഷൻ ഉണ്ട്, മാനിയാക്സ് ഉണ്ട്. മാനിയാക്സ് ഹൈപ്പർ സെൻസിറ്റീവ് ഓവർ, ഭയങ്കര സംസാരം ബഹളം ഉണ്ടാക്കുന്ന അതൊരു ടൈപ്പ് സൈക്കാട്രി. ഒന്നും സംസാരിക്കുന്നില്ല, അനങ്ങാതിരിക്കലോ, ഒന്നും മിണ്ടുന്നില്ല, അത് വേറൊരു. നമ്മളുടെ ഇത് സ്റ്റിമുലൻ്റ് ആണ്. അപ്പം ഡിപ്രഷൻ ഉള്ളവർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. മാനിയാക്സിന് ഇത് നമ്മൾ കൊടുക്കുന്നില്ല. ഓൾറെഡി അയാൾ മാനിയാക്സ് ആണ്. അപ്പോൾ നമ്മളെ എക്സൈറ്റ് ഉണ്ടാക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നില്ല. പ്രഗ്നൻസിയിൽ, ബ്രസ്റ്റ് ഫീഡിങ്, ബിലോ 12 ഇയേഴ്സിൽ നമ്മൾ. അപ്പോൾ ഇത് 3ൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കമ്പനി. അപ്പോൾ ഇത് ഇൻട്രാക്ഷൻ അത് നമ്മൾ ശ്രദ്ധിക്കുക. ആ മൈനർ പ്രോബ്ലംസ് ഉണ്ടല്ലോ, സ്റ്റൊമക്ക് അപ്സെറ്റ്, ഓക്കാനം വരുന്ന ആ ചെറിയ ചെറിയ വിഷയങ്ങളെ കമ്പനി അത് ടാക്കിൾ ചെയ്യാനായിട്ട് വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചോളാം. ഈ മൈനർ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഒരു കമ്പനി പെപ്പർമിൻ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇതൊരു ഹൈബ്രിഡാണ്. വാട്ടർ മിൻറ്റ്, സ്പിയർ മിൻറ്റ് എന്ന് പറഞ്ഞ 2 മിൻറ്റിൽ വരുന്ന അതിൻ്റെ ഒരു ഹൈബ്രിഡാണ് പെപ്പർമിൻറ്റ്. ഇത് ലീഫാണ് എടുക്കുന്നത്. ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽ മെന്തോൾ ആണ് ഇതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ റോൾ എന്ന് വെച്ചാൽ സ്റ്റൊമക്ക് അപ്സെറ്റ് കുറയ്ക്കും, ഇൻഡൈജഷൻ കുറയ്ക്കും, ഓക്കാനം ഇല്ലാണ്ടാകും.
അപ്പോൾ കമ്പനി എത്രമാത്രം ഇന്റലിജന്റ് ആണെന്ന് നോക്കിക്കുക. നമ്മളുടെ പ്രശ്നം എന്താണ്? സ്റ്റൊമക്ക് അപ്സെറ്റ്. പക്ഷെ ഇതിന് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. ഇത് നല്ല റിലാക്സന്റ് ആണ്, എനർജി ബൂസ്റ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ അഡീഷണൽ ബെനിഫിറ്റും ഉണ്ട്. മറ്റുള്ള 3 സ്റ്റൊമക്ക് പ്രോബ്ലംസ് സോൾവ് ആവും. അതിനാണ് പെപ്പർമിന്റ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ വണ്ടർഫുൾ കോമ്പിനേഷൻ ആണ് നമുക്ക് തരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് അസറോള ചെറി നമുക്കറിയാലോ, വൈറ്റമിൻ സിയുടെ റിച്ചസ്റ്റ് സോഴ്സാണ് അസറോള ചെറി. ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ എല്ലാ ഇൻഗ്രീഡിയൻസിലും അസറോള ചെറി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഡിപ്രസൻ്റ് ആണ്, ഡിപ്രഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആഡഡ് ബെനിഫിറ്റ് ആണ്. എൻഡുറൻസ്, നമ്മുടെ പെർഫോമൻസ്. സോ ഇത് ഇത്രയും കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ എത്രമാത്രം വർക്കൗട്ട് ചെയ്തിട്ടും എത്രമാത്രം ഇൻ്റലിജൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ കോമ്പിനേഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ഇറ്റ്സ് വണ്ടർഫുൾ കോമ്പിനേഷൻ. ഇപ്പം ഇത് ആർക്കൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഡിപ്രഷൻ, എനർജി കൂടുതൽ വേണം, കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ട്, എനർജി കൂടുതൽ വേണം, പെർഫോമൻസ്, സ്പോർട്സ് താരങ്ങളൊക്കെ ആയിക്കോട്ടെ, വർക്കൗട്ട് ചെയ്യണം, മസിൽ ബിൽഡേഴ്സിനായിക്കോട്ടെ, കണ്ടിന്യൂസ് വർക്ക് ചെയ്യണവർക്കായിക്കോട്ടെ, സെക്ഷൽ പ്രോബ്ലം, ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, മെമ്മറി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്, ഇയർ ബാലൻസ് പ്രോബ്ലത്തിൽ ഇത് എങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ചാൽ രക്തമൊഴുക്ക് കൂട്ടും, അവിടെ ആൻറ്റി ഇൻഫ്ലമേഷൻ, ആൻറ്റി ഓക്സിഡൻ്റ്. ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടാകാൻ ഒരു ഡിജനറേറ്റീവ്, നമ്മുടെ ചെവിക്കകത്ത് ബാലൻസ്, ചെവിയുടെ ഇയർ ബാലൻസ് എന്നാണ്, അല്ലാതെയും ബാലൻസ് പ്രോബ്ലം ഉണ്ടാവും. ഇയർ ബാലൻസ് പ്രോബ്ലത്തിന് ചെവിക്കകത്ത് ബാലൻസ് ചെയ്യുന്നൊരു, അവിടെ ഡിജനറേറ്റീവ് പ്രോസസ്സ് നടക്കുമ്പോഴാണ് ഇയർ ബാലൻസ് പ്രോബ്ലം. അപ്പോൾ ഡിജനറേറ്റീവ് പ്രോസസ്സ് കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലായല്ലോ. സ്ട്രെസ്ഫുൾ ജോബ് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ രക്തോട്ടം, ഇപ്പോൾ ഡയബറ്റിക് ആളുകൾക്ക് രക്തോട്ടം കൈകാലുകളിലേക്ക്, പ്രത്യേകിച്ച് കാലുകളിലേക്ക് രക്തോട്ടം കുറഞ്ഞിട്ട് മരവിപ്പ് അനുഭവപ്പെടും. അപ്പോൾ രക്തമൊഴുക്ക് കൂട്ടാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരുടെ മരവിപ്പ്. പിന്നെ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷനാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ വേദന, സ്പെസിഫിക് ആയിട്ട് അതിന് പ്രത്യേകിച്ച് കാരണമില്ല. ഒരു ദിവസം ഇവിടെ വേദന ആയിരിക്കും, ഒരു പ്രത്യേകിച്ച് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ നടുവായിരിക്കും, ഇങ്ങനെ പല മാറി വേദന. അതൊരു കണ്ടീഷനാണ് ഫൈബ്രോമയാൾജിയ. അതിൽ ന്യൂട്രീഷൻ പ്രോബ്ലംസ് ഉണ്ട്. അത് ന്യൂട്രീഷൻ എടുക്കുകയും അതിൻ്റെ ഒപ്പം ഈ ഒരു ഓക്സിജൻ സപ്ലൈ കൂട്ടാനും സഹായിച്ചു കഴിഞ്ഞാൽ ഫൈബ്രോമയാൾജി എന്ന സിറ്റുവേഷന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അൽഷീമേഴ്സ്, പിന്നെ സ്ട്രോക്ക് ഉള്ളവർക്ക്, സ്ട്രോക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ബ്ലീഡിങ് വന്ന് സ്ട്രോക്ക് ഉണ്ടാവും, രക്തക്കുഴൽ ബ്ലോക്ക് ആയിട്ട് സ്ട്രോക്ക് ഉണ്ടാവും. രക്തക്കുഴൽ ബ്ലോക്ക് ആയിട്ട് സ്ട്രോക്ക് ഉണ്ടാകുന്നവർക്കാണ് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നത്. ബ്ലീഡിങ് ഉള്ളവർക്കല്ല. എന്തുകൊണ്ടാണ് ബ്ലീഡിങ്, നമ്മൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ, ബ്ലീഡിങ് ഉള്ളത്. അതുപോലെ ട്യൂമർ ഉണ്ടായിട്ടും സ്ട്രോക്ക് ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ബ്ലീഡിങ് ഉള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇതിൽ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 2 ടാബ്ലറ്റ് 2 സമയമാണ്, 2 നേരമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പം അശ്വഗന്ധയുടെ കൂടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, തകരാറൊന്നുമില്ല. ഇത് കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് നമ്മളുടെ ഈ രണ്ടാമത്തെ കണ്ടന്റിന്റെ പ്രത്യേകത. സോ ഈ ഒരു ഇതോടുകൂടി ഞാൻ ഇതിൻ്റെ സൈബീരിയൻ ജെൻസൻ എന്ന കോമ്പിനേഷൻ്റെ സെഷൻ ഞാൻ നിർത്തുകയാണ്. ഇതിൽ നമ്മളിനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, അശ്വഗന്ധം കേട്ടു, സൈബീരിയൻ ജെൻസനും കേട്ടു. അശ്വഗന്ധം മെയിനായിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത്, ഇതിലെല്ലാത്തിനും പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ 2 കാര്യങ്ങൾക്കും ലിമിറ്റഡ് ആയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട സംഭവങ്ങളല്ല. ഒരു 2 months 3 months ഒക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അശ്വഗന്ധ മെയിനായിട്ട് കാമിങ് എഫക്റ്റ് തരാനാണ്, കാം ചെയ്യാം, സ്ലീപ്പ് നന്നാക്കി. അതാണ് മെയിനായിട്ട് അശ്വഗന്ധ. റിലാക്സേഷൻ, ഫെർട്ടിലിറ്റിക്ക് സഹായിക്കും. അതിന് അശ്വഗന്ധയ്ക്ക് തൈറോയ്ഡ് ഹോർമോൺ കുറച്ചുകൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അശ്വഗന്ധ തൈറോയ്ഡ് കുറവുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അശ്വഗന്ധ അങ്ങനെ ഹെൽപ്പ്. തൈറോയ്ഡ് കൂടുതലുള്ളവർക്ക് അശ്വഗന്ധ നമ്മൾ കൊടുക്കുന്നില്ല, അത് കൊടുക്കാൻ പാടില്ല. ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഈ അശ്വഗന്ധയ്ക്ക് ഉള്ളത്. മൂഡ്, ഒരു റിലാക്സ് ചെയ്യുന്ന, ഓവറോൾ വൈറ്റാലിറ്റി, ദെൻ അബ്സോർഡ് ലിബിഡോ കൂട്ടാനൊക്കെ സഹായിക്കും. സ്ട്രെസ് കുറയ്ക്കുക, മെമ്മറി, ഇതൊക്കെ കുറയ്ക്കും. പക്ഷേ മെയിനായിട്ടൊരു കാമിങ് റോളാണ്. ഈ ജിൻസൺ സ്റ്റിമുലൻ്റ് ആണ്. നമ്മളൊന്ന് എനർജറ്റിക് ആയിരിക്കും, പവർ കൂട്ടും. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ
അഡാപ്റ്റ് ചെയ്യിക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇയാള് അശ്വഗന്ധ കാം ചെയ്യിപ്പിക്കും, ഇയാള് എനർജി വൈറ്റാലിറ്റി കൂട്ടും. രണ്ടും കമ്പൈൻ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ അശ്വഗന്ധ ഈ സൈബീരിയൻ ജെൻസിങ് നമ്മൾ പറഞ്ഞല്ലോ, BP ചില ആളുകൾ ചെറുപ്പം, അപ്പം അൺകൺട്രോൾഡ് BP ഉള്ളവർക്ക് നമ്മൾ ഈ സൈബീരിയൻ ജെൻസിങ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ അശ്വഗന്ധ കൊടുക്കാം. പക്ഷെ അശ്വഗന്ധ കൊടുക്കുമ്പോൾ BP കുറയ്ക്കാനുള്ള കഴിവ് അശ്വഗന്ധയ്ക്ക് ഉണ്ട്. BP ഓൾറെഡി മെഡിസിൻ എടുത്തിട്ട് വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന ആണെങ്കിൽ BP നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത്, BP കുറയ്ക്കണം. അതുപോലെ തന്നെയാണ് ഷുഗർ കുറയ്ക്കാനുള്ള കഴിവ്. ഇതൊക്കെ ഓവറായിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല, ഇതെല്ലാം ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് ഇതിൽ കാണുന്നതാണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഷാർപ്പ്നെസ്സും കോഗ്നിറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി എല്ലാം ഈ രണ്ടിനും എബിലിറ്റി ഉണ്ട്. സോ ഇതോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു അവർ വണ്ടർഫുൾ ലീഡർ പ്രഭു. താങ്ക് യു. സോറി, ഓക്കെ, താങ്ക് യു. രണ്ട് എക്സലന്റ് പ്രസന്റേഷൻ, രണ്ട് ഗ്രാൻഡ് പ്രോഡക്റ്റിനെ പറ്റിയുള്ള രണ്ട് എക്സലന്റ് പ്രസന്റേഷൻ ആണ് നമ്മൾ കേട്ടത്. സോ ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനകത്തൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ കുറെ നോളജാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പൊ ആ നോളജ് കിട്ടുമ്പോൾ വളരെ എനിക്ക് നോളജ് വേണം എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുക. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്ന ആൾക്കാർക്ക് പൂർണ്ണമായും ഇതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. സോ എനിവേ, ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇനി അശ്വഗന്ധയും സൈബീരിയൻ ജിൻസങ്ങും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിൽ അത് അറിവുണ്ടാവും. സോ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഇതേ രൂപത്തിൽ 100 കണക്കിന് അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ നമുക്കൊരാളിൻ്റെ മുന്നിൽ പോയിട്ട് ആ 100 കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തോട്ട് വരികയില്ല. പക്ഷേ അവിടെ പോയി നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ 2 കാര്യം പറഞ്ഞാലും ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നാൽ നമ്മൾ പറയുന്ന വാക്കിൻ്റെ പവറും നമ്മൾ പറയുന്ന നമ്മുടെ ഉള്ളിലെ ആ പ്രോഡക്റ്റിലുള്ള നോളജും വിശ്വാസവും ആൾക്കാരെ കൊണ്ട് അത് ഉപയോഗിപ്പിക്കാനും ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടാക്കാനും പറ്റും. സോ നമ്മുടെ വിഷനും അത് തന്നെയാണ്. മാക്സിമം ആൾക്കാരിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കുകയും അതിൻ്റെ പ്രയോജനം അവർക്ക് ലഭിക്കുകയും ചെയ്യണം. സോ 2 പ്രോഡക്റ്റ്, ഒന്ന് കറക്റ്റ് പൊസിഷനിൽ ഷൂട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ, ഒന്ന് ഹോളിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്. സോ രണ്ടും അമേസിങ് പ്രോഡക്റ്റ് ആണ്. ഭയങ്കരമായിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഇടപെടുന്ന സമയത്ത് ഈ 2 വീതം സൈബീരിയൻ ജിൻസങ് ഒക്കെ കഴിച്ചിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാമിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നോ അതിൻ്റെ എറൗണ്ട് ഒരു 100-150 ഇരട്ടി വൃത്തിയായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. സോ എനിവേ, ഇന്നത്തെ സെഷൻ വളരെ വാല്യുബിൾ ആയിരുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. ഇന്ന് ഇതേപോലെയുള്ള സെഷനുകൾ നമ്മൾ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്ന് ഇത് കേട്ട് മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ ഭാഗ്യവാന്മാർ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള പ്രോഗ്രാംസ് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരോടുകൂടി ഇത് കേട്ട് മനസ്സിലാക്കാൻ പറയുക. സോ അതിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്നത് വേറൊരു ജീവിതമായിരിക്കും. സോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ 2 പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ന്യൂട്രലൈറ്റ് ആണ്. ന്യൂട്രലൈറ്റിൻ്റെ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ സംസാരിച്ചത്. ന്യൂട്രലൈറ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വിൽക്കുന്ന കമ്പനി ന്യൂട്രലൈറ്റ് ആണ്. തീർന്നില്ല, 1934 സ്വന്തം ഫാമിൽ കൃഷി ചെയ്യുന്ന ചെടികളിൽ നിന്നും മാത്രം
അത് പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് ആക്കി മാറ്റി സപ്ലൈ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ വേറെ ഒരു ആളുടെയും കയ്യിൽ നിന്ന് അല്ലെ വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങാതെ സ്വന്തം പ്ലാന്റിൽ കൃഷി ചെയ്ത് ഗുളിക രൂപത്തിലാക്കി നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന ലോകത്തെ ഏക കമ്പനി ന്യൂട്രിലൈറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി. സോ അത് നമുക്കും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബിസിനസ്സിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. സോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ചകളിൽ വീണ്ടും നമുക്ക് ഇതേ സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് ഒന്നുകൂടെ ഡോക്ടർ ബാബുരാജ് ആൻഡ് ബൈജു കണ്ണൂർ രണ്ടുപേർക്കും പ്രത്യേകം താങ്ക്സ്. ടോട്ടൽ ടീമിൻ്റെ എൻ്റെയും സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, നമ്മളിവിടെ അരമണിക്കൂർ ഇരുന്ന് കണ്ട കാര്യം ഇതേ രൂപത്തിൽ ആക്കി നമ്മുടെ കയ്യിലോട്ട് ഈ ക്യാപ്സൂൾ ആക്കി തരാൻ വേണ്ടി ഇവർ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവരുടെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുകയും നിരവധി ബുക്കുകളും മറ്റു കാര്യങ്ങളും സ്റ്റഡി ചെയ്യുകയും ചെയ്തിട്ട് ആണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു വെർച്വൽ ക്ലാപ്പ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്.